എൻ്റെ പേര് ജോയി. ഞാൻ അങ്കമാലിക്കടുത്ത് കവരപ്പറമ്പ് ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽ നിന്ന് വരുന്നു. ഈ സാക്ഷി ഞാൻ പറയുന്നത് എൻ്റെ 2 മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ മകന് കുറേ വർഷങ്ങളായിട്ട് തുമ്മലും ജലദോഷവും കഫക്കെട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആൾ UK വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 6 മാസം മുമ്പാട് ആളിവിടെ വീട്ടിലേക്ക് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുമ്മലും ജലദോഷവും കഫക്കെട്ടും കാരണം. UK വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു മൂക്കിൻ്റെ പാരത്തിന് വളവുണ്ട്, മൂക്കിൽ ദശയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സർജറി പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ മോൻ കഴിഞ്ഞ 6 മാസം പാട് വന്നപ്പോൾ ഞാൻ ഇവിടെ വൺ ഡേ കൺവെൻഷൻ വന്ന് പോയ സമയത്ത് ഇവിടെ നിന്ന് ഒലിവോയിലും അതുപോലെ തേനും എല്ലാം മേടിച്ചു കൊണ്ടുപോയി. അങ്ങനെ മോനെ കൊടുത്തു വിട്ടു. മോൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഇത് മൂക്കിൻ്റെ സൈഡിൽ പുരട്ടുക, നന്നായിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനത് പോയിപ്പോൾ അത് കൊണ്ടുപോയി അവിടെ വെച്ച് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടും ആൾക്ക് കുറയാത്ത അവസ്ഥ വന്ന് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് രക്ഷയില്ല, സ്മെല്ല് കിട്ടണില്ല, അതുപോലെ എനിക്ക് ശ്വസിക്കാൻ പറ്റണില്ല, ഭയങ്കര കഫക്കെട്ടുണ്ട്, മൂക്ക് അടച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതുപോലെ അവിടുത്തെ സ്പ്രേ ഒക്കെ മേടിച്ച് ഇങ്ങനെ അടിച്ചു, എന്നിട്ടൊരു കുറവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു മോനൊരു കാര്യം ചെയ്യും, മോൻ ഇവിടെ വന്നിട്ട് നമുക്ക് എൽറൂഹയിൽ പോയി ഒരു ധ്യാനം കൂടാം, എന്നിട്ട് നമുക്ക് നാട്ടിൽ വന്ന് ഡോക്ടർ ഒന്നുകൂടി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോൻ കഴിഞ്ഞ മാസം എൽറൂഹയിൽ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്തു, താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷം 3-ാമത്തെ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു. ENT ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എൻഡോസ്കോപ്പി എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻഡോസ്കോപ്പിയും ഓക്കൽ കോഡിൻ്റെ സ്കാനിങ്ങും നടത്തി. അപ്പോൾ അതിനകത്ത് ഒരു കംപ്ലൈൻറ്റും കാണുന്നില്ല, മൂക്കിന് വളവില്ല, ദശയില്ല. 2 മൂക്കിലും ദശയുണ്ടെന്നാണ് UK വെച്ച് പറഞ്ഞത്. ദശയില്ല, മൂക്കിന് വളവില്ല. ഡോക്ടർ പറഞ്ഞു ആകെ ഒരു പ്രശ്നമുള്ളത് ചെറിയൊരു അലർജി ഉള്ളൂ, അത് അവിടുത്തെ ക്ലൈമറ്റിൻ്റെയാണ്, അത് മാറിക്കോളും എന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പം അവന് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ. ഇപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ, എന്തുമാത്രം ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ ആളാണ്. പ്രൈസലോ. അതുപോലെ എൻ്റെ മകള് എൻ്റെ 2ാമത്തെ മകള് സിസ്റ്ററാണ്, CSN സഭാംഗമാണ്. ആൾക്കും ഇതുപോലെ തന്നെ മൂക്കിലെ പ്രശ്നമുണ്ടായിരുന്നു, മൂക്കിൽ പാരത്തിന് വളവും മൂക്കിൽ ദശയുടെ പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ ഒരു സഭക്കാരെ അറിഞ്ഞിട്ട് അവരെ ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സർജറി ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടും മോൾക്ക് തുമ്മലും ജലദോഷവും കഫക്കെട്ടും ചുമയൊന്നും മാറണില്ല. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇവിടെ മിക്ക മാസങ്ങളിൽ ഞാൻ ഇവിടെ വൺ ഡേ കൺവെൻഷൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഭൂതോച്ചാറിൻ്റെ കിറ്റൊക്കെ മേടിച്ചുകൊണ്ടായിട്ട് ഞാൻ മോൾക്ക് കൊടുത്തു വിട്ടു. മോളുടെ അവിടെ അടുത്തുകൊണ്ട് ഞാൻ കൊടുത്തു. മോളി തേനും ഒലിവോയിലും മൂക്കിൽ പുരട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് മോളിത് പുരട്ടിക്കോ, ഈശോ സുഖപ്പെടുത്തിക്കോളെന്ന് പറഞ്ഞു. എൻ്റെ മോൾ അതുപോലെ ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ ശേഷം പിന്നെ അവൾക്ക് അങ്ങനെ അലർജിയുടെ ഒരു പ്രശ്നമില്ല, ഇപ്പോൾ തുമ്മലില്ല, ജലദോഷമില്ല, ഒന്നുമില്ല. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. 3ാമത്തെ ഒരു സാക്ഷി കൂടി പറയാണ്. ഞാനിവിടെ കൺവെൻഷന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വർഷങ്ങളായി എൻ്റെ ശരീരം മൊത്തം വേദനയായിരുന്നു. അപ്പോൾ ഇവിടെ അച്ഛൻ പേര് വിളിച്ച് പറഞ്ഞു ശരീരം മൊത്തം വേദനിക്കുന്ന ജോയി എന്ന മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നെന്ന്. അപ്പോൾ ഞാൻ വിശ്വസിച്ചു. അപ്പോൾ ഞാൻ ഈ വർഷങ്ങളായിട്ട് വേദന ഉണ്ടാകുമ്പോൾ എനിക്ക് ഡോക്ടർ തന്നിരിക്കുന്നൊരു ടാബ്ലറ്റാണ് അൾട്രാസെറ്റ്. അത് സെമ്മിയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് പറ്റാണ്ടായി, പിന്നെ ഫുള്ളായി. ഒത്തിരി സൈഡ് എഫക്റ്റുള്ള മരുന്നാണ്. അത് ഞാൻ ആഴ്ചയിൽ 3-4 ഒക്കെ എടുക്കുമായിരുന്നു. അത് തന്നെയല്ല, മാസത്തിൽ ഒരു 6 ദിവസമെങ്കിലും ഞാൻ പോയി ഫിസിയോതെറാപ്പി ചെയ്യുമായിരുന്നു. ഇവിടെ വന്ന് ഈ കൺവെൻഷനിൽ വന്ന് പങ്കെടുത്ത് പോയതിന് ശേഷം ഇപ്പം ഞാൻ ഈ ഗുളിക എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിട്ടില്ല. എത്ര നാളായി? ഇപ്പം ഒരു 4-5 മാസത്തോളായി. കാര്യങ്ങളടിച്ച് നന്ദി പറഞ്ഞേ കണ്ടോ, ശരീരം മൊത്തം വേദന. കർത്താവ് വിളിച്ചു പറഞ്ഞു ജോയിയുടെ വേദന മാറ്റുന്നു, അതോടെ അത് മാറിപ്പോയി. പിന്നെ ഫിസിയോതെറാപ്പി ഇപ്പോൾ ചെയ്തിട്ട് തന്നെ 3 മാസം കഴിഞ്ഞു. ഈശോയ്ക്ക് നന്ദി പറയുന്നു.